ഋഗ്വേദത്തിലും അതുപോലെ യജുർവേദത്തിലും വിഷ്ണുപദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിഷ്ണുപദം ഏതൊരു ആത്മാവിൻ്റെയും പരമ ലക്ഷ്യമായിട്ടുള്ള ആ വിഷ്ണുപദം. പക്ഷേ പരമലക്ഷ്യം വിഷ്ണുപദമായിട്ട് പോലും എന്തേ ലോകം ആ വിഷ്ണുപദത്തെ സ്മരിക്കാത്തത്? ലക്ഷ്യത്തെ എന്തുകൊണ്ട് സ്മരിക്കുന്നില്ല? സ്മരിക്കേണ്ടതും ലക്ഷ്യമാക്കേണ്ടതും ലക്ഷ്യത്തെ തന്നെയല്ലേ? വേദവാണിയെ നമുക്കൊന്ന് കേൾക്കാം. വേദം പറയാണ്, തദ്വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി സൂരയഃ. തദ്വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി സൂരയഃ. വിഷ്ണുവിന്റെ പരമപദത്തെ വിദ്വാൻ സദാ നോക്കിക്കൊണ്ടിരിക്കുന്നു. അഥവാ വിദ്വാൻമാർ മാത്രമാണ് വിഷ്ണുവിന്റെ പരമപദത്തെ സദാ ലക്ഷ്യമാക്കി മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന്. അപ്പോ വിഷ്ണുപദം പ്രാപിക്കണമെങ്കിൽ ജ്ഞാനം അത്യന്താപേക്ഷിതമാണ് എന്നർത്ഥം. ജ്ഞാനപൂർവകമായ ഭക്തി തന്നെയാണ് വിഷ്ണുപദം പ്രാപിക്കുവാനുള്ള വഴിയായി ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ജ്ഞാനപൂർവകമായ ഭക്തിയാണ്. ആലോചിക്കുക. തദ്വിഷ്ണോഹോ പരമം പദം സദാ പശ്യന്തി സൂരയഃ. വിദ്വാൻമാർ സദാ വിഷ്ണുവിന്റെ പരമപദത്തെ സദാ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കും നമ്മുടെ കാഴ്ചകൾ, നോട്ടം ചെതറിപ്പോകാതെ വിഷ്ണുവിന്റെ പരമപദത്തെ സദാ മനസ്സിൽ ധ്യാനിക്കാം. കാരണം എൻ്റെയും നിങ്ങളുടെയും ഒരുപോലെയുള്ള പരമമായ ലക്ഷ്യം വിഷ്ണുപദം തന്നെ. എല്ലാവർക്കും നമസ്കാരം.